മക്കളെ, ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ ഒരു സെഷൻ ചെയ്യുന്നത്. കാര്യം ഇത്രയും ദിവസം മനസ്സിനകത്തൊരു വിഷമമുണ്ടായിരുന്നു. അതായത് നമ്മുടെ കുട്ടികൾ, അതായത് ഇത്രയും എക്സാം എഴുതിയ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ, ഇത്രയും പേര് അപ്ലൈ ചെയ്തു, ഇത്രയും കാശ് മുടക്കി അപ്ലൈ ചെയ്തു, അവരുടെ എല്ലാം മനസ്സിനകത്തൊരു വിഷമം മാത്രം ഒരുക്കി ഇത്രയും. പക്ഷേ ഇന്ന് അനുകൂലമായിട്ടൊരു സ്റ്റേ വന്നേക്കെയാണ്. എന്താണ് സംഭവം? അതായത് KDRB ഇതിനു മുമ്പ് കഥയെന്ന് പറയുകയാണെങ്കിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താനായിട്ടുള്ള അവരുടെ ഫംഗ്ഷൻ ഹൈക്കോടതി റദ്ദാക്കിയ വിധിയിലാണ് ഇപ്പൊ സാറ് പറഞ്ഞ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ ആ വിധി പ്രകാരം മറ്റ് ദേവസ്വം ബോർഡുകളിലേക്കും എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, KDRBക്ക് നിയമനങ്ങൾ നടത്താൻ കഴിയില്ലായിരുന്നു. എന്നാൽ സുപ്രീം കോടതിയിലേക്ക് പോയ അപ്പീൽ പ്രകാരം നിലവിൽ ആ സ്റ്റേ, അതായത് കേരള ഹൈക്കോടതി കൊണ്ടുവന്ന സ്റ്റേ ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്, അതായത് റദ്ദാക്കിയിരിക്കുകയാണ്. ഇതുമൂലം ഇനി മുന്നോട്ടുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്താമെന്ന നിലയിലേക്ക് പോവാണ്. പക്ഷേ ഇത് താൽക്കാലിക സ്റ്റേ ആണ്. ഇനി ഇതിൽ കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്, ഒരു വിധിയായിട്ട് വരേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ നിങ്ങൾക്കും ഒരുപാട് സന്തോഷം കാണും. കാര്യം ഗുരുവായൂർ ദേവസ്വം ബോർഡ് എക്സാം എഴുതിയ ഒരുപാട് കുട്ടികളുണ്ട്. അതായത് 3-4 മാസം അവർ കുത്തിയിരുന്ന് പഠിച്ച് പുതിയൊരു സിലബസ് വന്നപ്പോൾ ആ സിലബസിനെ പോലും അവർ ഒരു മാസം കൊണ്ട് പഠിച്ചു തീർത്ത് അത്രയും എഫേർട്ട് കൊടുത്ത് പഠിച്ചിട്ട് പോയ പിള്ളേരാണ്. മാത്രമല്ല ബാക്കിയുള്ള ദേവസ്വം ബോർഡുകളിലേക്ക് ഇത്രയും മാസം കൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത, സുപ്രീം കോടതി കേരള ഹൈക്കോടതിയുടെ ആ സ്റ്റേയെ ഇപ്പോൾ സുപ്രീം കോടതി ഒരു താൽക്കാലിക സ്റ്റേ കൊണ്ടുവന്നത് വെട്ടിയേക്കാണ്. ഒരുപാട് സന്തോഷം. ഇനി പുതിയ മാറ്റങ്ങൾ നമുക്ക് അറിയാം. അപ്പൊ എന്തായാലും എല്ലാവരും മക്കളെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒരിക്കലും നിങ്ങൾ ബ്രേക്ക് കൊടുക്കരുത്, പഠിക്കാതിരിക്കരുത്. ഇങ്ങനെ പല പ്രശ്നങ്ങളും വരും. നമ്മളൊരു വഴിക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും, ഒരുപാട് തടസ്സങ്ങൾ വരും. പക്ഷെ ആ വഴിയിൽ ഒരു സമയത്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തുക തന്നെ ചെയ്യും. അപ്പൊ നല്ല പ്രതീക്ഷയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇനി പുതിയ അപ്ഡേറ്റുമായിട്ട് നമ്മൾ എന്ത് അപ്ഡേറ്റ് വന്നാലും നമ്മൾ ആദ്യം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഒറ്റ കാര്യം പറയാനുള്ളൂ, പഠിക്കുന്നത് നിങ്ങൾ നിർത്തരുത്. കാരണം കലങ്ങി തെളിഞ്ഞ് എല്ലാം അവസാന പരീക്ഷയെല്ലാം നടക്കും, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് എല്ലാം നടക്കും. അപ്പോഴും എന്ത് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല, നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ ആ അവസ്ഥ ഉണ്ടാവരുത് മക്കളെ. നിങ്ങൾ എല്ലാവരും എന്ത് എനർജിയിലാണോ പഠിച്ചു വന്നത് ആ എനർജിയിൽ തന്നെ മുന്നോട്ട് പഠിച്ചു പോവുക. അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ നന്നായിട്ട് പഠിച്ചോളാം. പുതിയൊരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു.